ഒരു കേസ്, അത് ഏത് കേസാണെന്ന് ഞാൻ പറയുന്നില്ല, അത് വളരെ, അതായത് ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കേസാണ്. അത് ഏതാണ്ട് 40-42 അഡ്ജോൺമെൻറ്റ്സ് ആയി ഇതിപ്പോൾ. അതാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആളുകൾ വിചാരിക്കും ഇങ്ങനെയുള്ള ആളിൻ്റെ കേസിന് എന്താ പ്രത്യേകത എന്ന് തോന്നും. അങ്ങനെ ഉള്ള പ്രത്യേകത അങ്ങനെ തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നിക്കുന്നത് യഥാർത്ഥത്തിൽ ജുഡീഷ്യറിക്ക് അവമതിപ്പും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കണ്ടുകൊണ്ട് ഞാനിതിന് എഴുതിയേക്കുക ഇങ്ങനെ മാറ്റരുത്, ഇങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് വളരെ മോശമാണ്. പലപ്പോഴും കേസുകൾ മാറ്റാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകും. നമ്മൾ കഴിയുന്നതും അത് ഇങ്ങനെയുള്ള കേസുകളിൽ അവോയ്ഡ് ചെയ്യണം, അങ്ങനെ മാറ്റരുത്. അങ്ങനെയുള്ള മാറ്റിപ്പോകുന്ന ആ രീതി ഉണ്ടാകരുത്. ഉണ്ടാകുമ്പോൾ അത് വിമർശനം അതിന് കൂടുതലുണ്ടാവും, ഉണ്ടായെന്നിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കണം. കാരണം അപ്പോൾ ആളുകൾ ചിന്തിക്കും ജുഡീഷ്യറിയിലേക്കും ഇതുപോലുള്ള കടന്നുകയറ്റമുണ്ടോ, ജുഡീഷ്യറിയിൽ ഇതിൻ്റെ സ്വാധീനമുണ്ടോ, ഗവൺമെൻറ്റിന് എന്തെങ്കിലും ജുഡീഷ്യറി കാര്യമുണ്ടോ, ഇതൊക്കെ തോന്നും. അങ്ങനെ തോന്നാൻ പാടില്ല. ജുഡീഷ്യറി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡിപെൻഡൻസ് കാത്തു സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിലെ ഏറ്റവും വലിയ കടമ്പ. അതാണ് ജുഡീഷ്യറി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡിപെൻഡൻസ്, എപ്പോഴും വ്യക്തിത്വം, ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. അപ്പോൾ അങ്ങനെയുള്ള കേസ്, അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളൊക്കെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജുഡീഷ്യറിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ജുഡീഷ്യറി ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ രീതിയിലുള്ള പ്രവർത്തനം ആയിട്ടേ എനിക്ക് ഇതിനെയൊക്കെ തോന്നുന്നുള്ളൂ. ഈ അഡ്വൈസ് കൊടുക്കുക, അതിൻ്റെ പുറകിലുള്ള പല ആളുകളുടെ കാര്യവും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇതിനകത്ത് ചില വിധത്തിൽ ഉള്ള ചില താല്പര്യങ്ങൾ, പ്രത്യേക താല്പര്യങ്ങളുള്ള ആളുകൾ അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത് ആരൊക്കെയാണ് എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് ആവശ്യമില്ലാത്തൊരു പ്രവൃത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് കഴിവുള്ള ആളുകളൊക്കെ തന്നെ സുപ്രീം കോടതിയിലുള്ളത്, അവർ തീരുമാനിക്കാൻ. അവരുടെ കഴിയൊക്കെ സൂപ്പർ ജഡ്ജിയായിട്ട് ചമഞ്ഞിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ പോവുകയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ശരിയല്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുമാണ്. മുമ്പ് ഇങ്ങനെയുള്ള ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. അതായത് ഇതുപോലെ ഈ ജുഡീഷ്യറിക്ക് അഡ്വൈസ് കൊടുക്കാനായിട്ട് വലിയ വലിയ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം ഞാനിതിന് ആളല്ല, കാരണം ഞാൻ അത്രയും വലിയ ആളല്ല. പക്ഷേ ഇത് ഈ കാണിക്കുന്നത് തോന്നിവാസമാണെന്നുള്ളത് എനിക്ക് വിളിച്ചു പറയാൻ പറ്റും. ഇതിനിപ്പോൾ ഞാനിത് പറയുന്നതിന് ഒത്തിരി എതിർപ്പുണ്ടാവും. കാരണം പല മുൻ ജഡ്ജിമാർ എല്ലാം കൂടെ ചേർന്ന് എഴുതി. മുൻ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ആരാണ്? അവർക്കെന്താ ഇതിനകത്തുള്ളത്? റിട്ടയർ ചെയ്ത് ശമ്പളം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കുത്തിയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണത്തിന് ഈ പറയുന്നതിനെല്ലാം ഓരോ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. അത് നോക്കി അതിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നോണം. അത് അല്ലാതെ ഇതേപോലെ അഡ്വൈസ് കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിക്കരുത്. കാരണം ഇത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല, നല്ലൊരു കാര്യമല്ല ചെയ്യുന്നത്, നല്ലൊരു പ്രവൃത്തിയല്ല.